نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله، وخير الحديث حديث محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. وأقم الصلاة طرفي النهار وزلفا من الليل. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ഓരോന്നും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയെ വഴിപ്പെട്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. കൃത്യമായ ആ വസിയത്ത് നടപ്പിലാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ അവസാനം വരെ മുന്നേറാനുള്ള ഭാഗ്യം അല്ലാഹു എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹാബാക്കൾ നമുക്കൊരു ചരിത്രം, ഒരു സംഭവം പറഞ്ഞു തരികയാണ്. സഹാബാക്കൾ പറഞ്ഞു തരികയാണ്, അന്ന റജുലൻ ഖബ്ബല ഇംറഅതൻ ലാ തഹില്ലു ലഹു. ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ അദ്ദേഹത്തിന് ഹലാലല്ലാത്ത രൂപത്തിൽ, അനുവദനീയമല്ലാത്ത ഒരു സ്ത്രീയെ ചുംബിച്ചു. ഒന്നാമത് ഈ വാക്കിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വഹാബത്തിന് അറിയാം ആരാണ് ആ വ്യക്തി. എന്നിട്ടും അവിടെ പറഞ്ഞത് അന്ന റജുലൻ, ഒരു മനുഷ്യൻ എന്നതാണ്. അവിടെ നമ്മൾ അവരിൽ നിന്നും സ്വീകരിക്കേണ്ട ഒരു ഗുണപാഠം, നമ്മൾ ഇന്ന് ഓരോ മനുഷ്യരുടെയും ചെറിയ ചെറിയ ന്യൂനതകൾ പരസ്യപ്പെടുത്തുമ്പോൾ, അത് മറ്റു ചിലരിലേക്ക് എത്തിക്കുമ്പോൾ, നമ്മുടെ മുൻഗാമികളായ സ്വഹാബത്ത് ഏറ്റവും സൂക്ഷ്മത പാലിച്ചത് അവിടെയാണ്. അവരുടെ വാക്കുകൾ ലോകത്തിന്റെ അവസാനം വരെ നിലനിൽക്കുന്നതായിട്ടും അവർ പറഞ്ഞു തരുന്നത് അന്ന റജുലൻ, ഒരു മനുഷ്യൻ എന്നതാണ്, ഒരു പുരുഷൻ. അദ്ദേഹത്തിന് സംഭവിച്ച കാര്യം നമുക്ക് പറഞ്ഞു തരികയാണ്. അന്ന റജുലൻ ഖബ്ബല ഇംറഅതൻ ലാ തഹില്ലു ലഹു. അദ്ദേഹത്തിന് അനുവദനീയമല്ലാത്തൊരു സ്ത്രീയെ അദ്ദേഹം ചുംബിച്ചു. അതിനുശേഷം ഫഅതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറഹു ബിമാ ജറ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്തു പോയ തെറ്റ്, സംഭവിച്ചു പോയതായ തെറ്റിനെ റസൂലുള്ളാഹിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതിലും നമ്മൾ മനസ്സിലാക്കണം, അവിടെ അദ്ദേഹത്തിന് സംഭവിച്ചത് ചെയ്തു പോയ തെറ്റിന് ഇനി എന്തു പ്രായച്ചിത്തം ചെയ്യണമെന്ന ആ ചിന്തയാണ്, ആ ഒരു ചോദ്യമാണ് ആ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് ആ ഒരു വിഷമം പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലെ, ഇന്നത് സംഭവിച്ചു പോയിട്ടുണ്ട്. നമുക്കിന്നില്ലാത്തൊരു കാര്യം അതാണ്. എത്രയൊക്കെ തെറ്റുകൾ സംഭവിച്ചാലും മനസ്സ് കടുത്തുപോയി ഇനി എന്ത് ചെയ്യണമെന്നൊരു ചിന്തയുമില്ലാതെ, അതിനെന്ത് പ്രായച്ചിത്തം ചെയ്യണമെന്നൊരു ചിന്തയില്ലാത്തവരായി നമ്മുടെ സമൂഹം നമ്മൾ ഇന്ന് മാറുകയാണ്. പ്രിയമുള്ളവരെ, ഹൃദയത്തെ കഠിനമായി എന്നത് മനസ്സിലാക്കാനുള്ളൊരു അടയാളമാണ്. തെറ്റു സംഭവിച്ചിട്ടും ഇനി എന്ത് ചെയ്യണമെന്നൊരു വേദന, ഒരു മനസ്സിലൊരു പ്രയാസം തോന്നുന്നില്ല എങ്കിൽ നമ്മുടെ ഹൃദയം അത് കഠിനമായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ മനുഷ്യന് ആ ഒരു തെറ്റു സംഭവിച്ചപ്പോൾ വല്ലാതെ പ്രയാസമാവുകയാണ്. റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്ന ആ മനുഷ്യൻ പറഞ്ഞു, ഇന്ന തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അപ്പോൾ അല്ലാഹു ആയത്തിറക്കുകയാണ്, വഅഖിമിസ് സ്വലാത്ത തറഫൈൻ നഹാരി വസുൽഫൻ മിനൽ ലൈൽ.
ആ ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയാണ്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഐ അഖിമിസ് സ്വലാത്തൽ മഫ്റൂദ, ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങൾ നിർവഹിക്കണം. തറഫൈൻ നഹാർ എന്നതിന്റെ ഉദ്ദേശം ഫി അവ്വലിൻ നഹാരി വ ആഖിരിഹി, രാവിന്റെ ആദ്യം മുതൽ അതിന്റെ അവസാനം വരെ. സ്വലാത്തുൽ ഫജ്ർ വൽ ളുഹർ വൽ അസ്ർ, ഈ ഒരു 3 നമസ്കാരം. അതുപോലെ രാത്രിയിലുള്ള സുലുഫം മിനൽ ലൈൽ, സ്വലാത്തുൽ മഗ്രിബി വൽ ഇശാ, ഇശാ നമസ്കാരവും മഗ്രിബ് നമസ്കാരവും. അങ്ങനെ ഈ 5 വഖത്ത് നമസ്കാരം കൃത്യമാക്കണം. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിഅ, തീർച്ചയായും നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുശേഷം പറയുകയാണ്. നിങ്ങൾ കൃത്യമായി 5 വഖത്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കണമെന്ന് ആ ഒരു തെറ്റുപറ്റിയ മനുഷ്യൻ റസൂലുള്ളാഹിയോട് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നത്, ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിഅ, നിങ്ങൾക്ക് സംഭവിച്ചു പോകുന്ന തെറ്റുകളെ, അത് നന്മകൾ തെറ്റുകളെ മായ്ച്ചു കളയും, തിന്മകളെ മായ്ക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്, നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ തിന്മകൾ സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു കാര്യം അതാണ്. എത്രയൊക്കെ തിന്മകൾ ജീവിതത്തിലോട്ട് കടന്നു വന്നാലും അവിടെയൊക്കെയും നന്മ കൊണ്ട് അതിനെ മായ്ക്കാൻ, നന്മയിൽ മുന്നേറാൻ പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ ഈ സംഭവം പറഞ്ഞു കൊടുക്കുമ്പോൾ, ഈ ആയത്ത് ഓതി കൊടുക്കുമ്പോൾ, ആ മനുഷ്യൻ റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, ഹലിൽ ഹുക്മു ഖാസും ബി വഹ്ദി, അല്ലാഹുവിന്റെ റസൂലേ, ഈ ഒരു കാര്യം, ഈ ഒരു വിധി എനിക്ക് മാത്രമാണോ, എനിക്ക് മാത്രം പ്രത്യേകമായി റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നതാണോ എന്ന് റസൂലുള്ളാഹിയോട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ലാ ലി ജമീഇ ഉമ്മത്തി കുല്ലിഹിം, എൻ്റെ ഉമ്മത്തിലുള്ള സകല മനുഷ്യർക്കും ഉള്ളതാണ് ഈ ഒരു കാര്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന് ഉപദേശം നൽകുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം മനുഷ്യ സഹജമാണ് തെറ്റുകൾ സംഭവിക്കുക എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറു ഹത്താഈന തവ്വാബൂൻ, ആദമിന്റെ മക്കൾക്ക് എല്ലാവർക്കും തെറ്റ് സംഭവിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല നിമിഷങ്ങളിലായി പല പല തിന്മകൾ കടന്നു വരും. എന്നാൽ ആ തെറ്റു സംഭവിക്കുന്നവരിലും ഉത്തമറന്നത് തൗബ ചെയ്യുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്രയൊക്കെ ശ്രമിച്ചാലും മനസ്സിന്റെ ഇച്ഛകളിലും ശൈത്താനിന്റെ പിടിപെടലിലുമായി ഒരുപാട് തിന്മകൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് മനുഷ്യ സഹജമാണ്. എന്നാൽ ആ തിന്മയിൽ തുടരാതെ ആ പറ്റിപ്പോയ തിന്മകളെ നന്മ കൊണ്ട് മായ്ക്കാനും വീണ്ടും വീണ്ടും നന്മകളിൽ മുന്നേറാനുമാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ഖുലിഖൽ ഇൻസാനു വഈഫ, മനുഷ്യരെ ദുർബലരായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ദുർബലത, അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമാണ് ആ ദുർബലതയിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകളെ മനസ്സിലാക്കി തൗബ ചെയ്യുകയും അതിൽ നന്മകളിൽ മുന്നേറുക എന്നതും പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരിക്കൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകുകയാണ്, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് നൽകുന്ന ഉപദേശം, മുആദേ, എവിടെയാണെങ്കിലും, ജീവിതത്തിന്റെ ഏത് നിമിഷത്തിലാണെങ്കിലും, ഏത് രഹസ്യത്തിലും പരസ്യത്തിലും, ജനങ്ങൾക്ക് മുന്നിലും ജനങ്ങളില്ലാത്ത അവസ്ഥയിലും, ആരെല്ലാം കണ്ടാലും ആരു കണ്ടില്ലെങ്കിലും, ഇത്തഖില്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്. അതിനുശേഷം പറയുന്ന വാക്ക്, വഅത്ബി സയ്യിഅത്തൽ ഹസനത തംഹുഹാ, നന്മ കൊണ്ട് തിന്മകളെ തുടർത്തണം, നന്മയെ തിന്മ കൊണ്ട് തുടർത്തണം, തിന്മയെ നന്മ കൊണ്ട് തുടർത്തണം, അതുവഴി തിന്മകളെ മായ്ച്ചു കളയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റുമ്പോൾ അതിനെ മായ്ക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻ മുസ്ലിമിൻ യുദ്നിബു ദംബൻ ഫയതവല്ലഉ വയുസല്ലി റകഅതൈൻ, ഒരു മനുഷ്യൻ ഒരു തെറ്റു ചെയ്യുകയാണ്, അതിനുശേഷം ആ മനുഷ്യൻ ഒളൂ ചെയ്ത് 2 റക്അത്ത് നമസ്കരിക്കുന്നു, ഇല്ലാ ഗുഫിറ ലഹു, അവൻ അല്ലാഹു പുറത്തു കൊടുക്കാതിരിക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചോദ്യം നമുക്ക് കാണാൻ സാധിക്കും, അറഅയ്തും ലൗ അന്ന ബിബാബി അഹദികും നഹ്റൻ ഗംറ. സഹാബത്തിനോട് റസൂലുള്ളാഹിയുടെ ചോദ്യം,
ഒരു മനുഷ്യന്റെ വീടിന് മുന്നിൽ അധികം വെള്ളമുള്ള, അത്യാവശ്യം വെള്ളമുള്ള, ശുദ്ധമായ വെള്ളമുള്ള ഒരു നദിയുണ്ട് എന്ന് നിങ്ങൾ കരുതുക. റസൂലുള്ളാഹി പറയുകയാണ്, യഅ്തസിലു ഫീഹി കുല്ല യൗമിൻ 5 മറ. ആ മനുഷ്യൻ ആ ഒഴുകുന്ന വെള്ളത്തിൽ 5 നേരവും ശുദ്ധമായി വൃത്തിയോടുകൂടി കുളിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം, ഹൽ യുബ്ഖാ മിൻ ദറനിഹി ശൈഅ. ആ മനുഷ്യന്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അഴുക്ക് ബാക്കിയാകുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. വീടിന് മുന്നിൽ നല്ല ശുദ്ധമായ വെള്ളം ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദിയിൽ കൃത്യമായി 5 നേരവും കുളിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അഴുക്ക് ബാക്കിയാകുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. സ്വഹാബത്തിന്റെ മറുപടി, ലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഒരിക്കലും ആ മനുഷ്യന്റെ ശരീരത്തിൽ അഴുക്കുണ്ടാകുകയില്ല. കാരണം 5 നേരവും കൃത്യമായി ശുദ്ധമായി കുളിക്കുന്ന വ്യക്തിയാണ്. റസൂലുള്ളാഹിയുടെ മറുപടി, കദാലിക സ്വലവാത്തുൽ ഖംസ്, അതുപോലെയാണ് നിങ്ങളുടെ 5 വഖ്ത് നമസ്കാരം. യംഹുല്ലാഹു ബിഹിന്ന ദുനൂബ വൽ ഖതായ, നിങ്ങൾ 5 നേരത്തെ നമസ്കാരം കാരണത്താൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ തെറ്റുകളും നിങ്ങളിൽ ഉണ്ടാകുന്ന കുറവുകളും റബ്ബ് സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, 5 നേരത്തെ നമസ്കാരം അത് ഗൗരവമുള്ളതാണ്. അത് ജമാഅത്തോടുകൂടി നഷ്ടപ്പെടുത്താതെ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നവരായി മരണം വരെയും മുന്നോട്ടു പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്രയൊക്കെ തെറ്റുപറ്റിയാലും ഇങ്ങനെയുള്ള നന്മകൾ കൊണ്ട് തുടർത്തണമെന്നും ഇതൊക്കെയും ആ തെറ്റുകളെ മായ്ച്ചു കളയുമെന്നും റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരുപാട് നന്മകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി പറയുകയാണ്, അസ്സലവാത്തുൽ ഖംസ് വൽ ജുമഅതു ഇലൽ ജുമഅ, 5 നേരത്തെ നമസ്കാരവും ഒരു ജുമഅ മുതൽ അടുത്ത ജുമഅ വരെയും, വറമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയും, മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന, അതിനിടയിലുള്ളതിനെ പൊറുക്കാനുള്ള, അതിനെയൊക്കെ മായ്ക്കാനുള്ള അവസരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തരികയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ 5 നേരത്തെ നമസ്കാരവും ഈ ജുമുഅ മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള, അടുത്ത ജുമുഅ വരെയുള്ള സമയങ്ങളും, അതുപോലെ റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയുമുള്ള അവസരങ്ങളെല്ലാം നമുക്ക് പറ്റിപ്പോകുന്ന ചെറുതായ തിന്മകളെ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരുന്ന അവസരങ്ങളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിന്റെ കാരുണ്യമാണ്. എത്രയൊക്കെ തെറ്റു സംഭവിച്ചാലും അത് പുറത്തു തരാൻ അവസരങ്ങൾ നമുക്ക് നൽകിയ, എങ്ങനെയെങ്കിലും അതിനെ മായ്ക്കാനുള്ള അവസരങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന അള്ളാഹുവിന്റെ കാരുണ്യം, പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഒരു ഹദീസുകളിലൂടെ ഓരോന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ പറഞ്ഞു തന്നത് ചെറുപാപങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ അത് പുറത്തു തരാനുള്ള അവസരങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഓരോ നന്മകളിലൂടെയും നമുക്ക് തന്നത്. എന്നാൽ ഒരു മനുഷ്യനിൽ വൻപാപമാണ് സംഭവിക്കുന്നതെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ച എന്റെ അടിമകളോട് അല്ലാഹുവിന്റെ റസൂലെ താങ്കൾ പറഞ്ഞു കൊടുക്കണമെന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യമാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് നബിയെ പറഞ്ഞു കൊടുക്കണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ച് എന്റെ അടിമകളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുകയാണ്. ഒരുപാട് നമസ്കരിച്ച, ഒരുപാട് നോമ്പ് നോറ്റ, ഒരുപാട് നന്മകളിൽ മുന്നേറി എന്റെ അടിമ എന്നല്ല അള്ളാഹു പറഞ്ഞത്. തെറ്റുകൾ സംഭവിക്കുന്ന, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ച എന്റെ അടിമയോട് നബിയെ പറഞ്ഞു കൊടുക്കണമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകരുത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലിനോട് പറയുന്ന കാര്യമാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല സകല പാപങ്ങളും പുറത്തു തരുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ആ ആയത്തിന്റെ അവസാനത്തിൽ നമ്മോട് പറഞ്ഞു തരികയാണ്. പ്രിയമുള്ളവരെ, അതിനാൽ തെറ്റുകൾ സംഭവിച്ചാലും നന്മകളിൽ മുന്നേറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ മത്സരിക്കുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു തന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, അതിനാൽ
ജീവിതത്തിൽ എവിടെയൊക്കെ തിന്മ കടന്നു വന്നാലും ആ തിന്മയെ മായ്ക്കുവാനായി അതിനേക്കാളും വലിയ വലിയ നന്മകളിൽ മുന്നേറാൻ അതിനുവേണ്ടി മത്സരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ മത്സരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞതാണ്. എന്താണ് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മഹാനായ പണ്ഡിതൻ ഉസൈമി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് എന്നത് ഫമൻ സതറഹുല്ലാഹു അലൈഹി ദംബഹു ഫിദ്ദുനിയ ഫഖദ് ഗഫറ ലഹു. ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ആ മനുഷ്യന്റെ തെറ്റുകളെ അള്ളാഹു മറച്ചു വെച്ചു കൊടുക്കുകയാണ് എങ്കിൽ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിച്ചു എന്നതിന്റെ അടയാളമാണ്. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് എന്നത് അതൊരു സംരക്ഷണമാണ്. അള്ളാഹു നമുക്ക് തരുന്ന ഒരു സംരക്ഷണമാണ്, ഒരു മറച്ചു പിടിക്കലാണ് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്. അതാണ് മഹാനായ പണ്ഡിതൻ പറഞ്ഞത്, അള്ളാഹു ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ ചെയ്ത തിന്മ ജനങ്ങളുടെ കണ്ണുകളിൽ നിന്നും ജനങ്ങൾ അറിയുന്നതിനെ തൊട്ടും അള്ളാഹു അത് മറച്ചു വെക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹു അവനത് പുറത്തു കൊടുത്തു എന്നതിന്റെ അടയാളമാണ് എന്ന് മഹാനായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അത് മഗ്ഫിറത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ ആ തെറ്റ് എല്ലാവരും അറിഞ്ഞിട്ടില്ല. നമ്മുടെ കൂട്ടുകാർ അറിഞ്ഞിട്ടില്ല, നമ്മുടെ മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല, നമ്മുടെ കൂടെയുള്ള പലരും അറിഞ്ഞിട്ടില്ല. അത് നമ്മൾ മാത്രമാണ്, അള്ളാഹുവും നമ്മളും മാത്രമാണ് അതറിഞ്ഞത്. അള്ളാഹു ആ തെറ്റ് രഹസ്യമാക്കി നമുക്ക് മാത്രം അറിയുന്ന രീതിയിൽ അത് മറച്ചു വെച്ച് തന്നിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം, ഫഇന്നഹു ജുസ്ഉൻ മിനൽ മഗ്ഫിറ. ആ ഒരു മറച്ചു വെക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു സംരക്ഷണമായി മഗ്ഫിറത്തിന്റെ ഭാഗമായി തന്നതാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആ ഒരു മഗ്ഫിറത്ത് അല്ലാഹു ഈ ദുനിയാവിൽ നമുക്ക് തരുന്നുവെങ്കിൽ, അള്ളാഹു അത് മറച്ചു വെച്ച് തരുന്നു എന്ന് നമുക്ക് മനസ്സിലായാൽ ആ അവസരത്തെ മുതലാക്കി അള്ളാഹു മറച്ചു വെച്ചു തന്നു എന്ന ബോധ്യത്തോടുകൂടി ഇസ്തിഗ്ഫാറിലും തൗബയിലും നന്മകളിലുമായി മുന്നേറാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മുന്നേറിയാൽ നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന ചില വാചകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, യൗമ തുബ്ലസ് സറായിർ, രഹസ്യങ്ങൾ പരസ്യമാക്കുന്ന ഒരു ദിവസത്തിൽ, അവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായി രേഖപ്പെടുത്തുന്ന ദിവസത്തിൽ, ഇന്ന വ്യക്തിയുടെ അമലുകളാണെന്ന് പ്രത്യക്ഷപ്പെടുത്തി ഓരോ വ്യക്തികളെയും കൊണ്ടുവരുന്ന ദിവസത്തിൽ, ഫമാലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ, ഒരു ശക്തിയും ഒരു രക്ഷകനും ഒന്നുമില്ലാത്തൊരു ദിവസത്തിൽ ഓരോ മനുഷ്യനും താൻ ചെയ്ത തെറ്റ് എടുത്തു പറഞ്ഞ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതെല്ലാം സമ്മതിച്ചു കൊടുക്കുന്ന ആ ഒരു ദിവസത്തിൽ മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാം നൽകുന്ന ഉപദേശം നമുക്ക് കാണാം. ആ ഒരു ദിവസത്തിന്റെ ഗൗരവം എത്രയാണ് എന്ന് മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാം നൽകുന്ന ഉപദേശത്തിൽ കാണാം. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ്. ഒരു അണുമണിത്തൂക്കമാണ് എങ്കിലും അത് ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരു പാറയുടെ ഉള്ളിലാണെങ്കിലും എവിടെയാണെങ്കിലും എൻ്റെ പൊന്നുമകനെ യഅതി ബിഹല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊണ്ടുവരുമെന്ന ലുഖ്മാൻ നബി അലൈഹിസ്സലാമയുടെ ഉപദേശം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ എവിടെയൊക്കെ എത്രയൊക്കെ രഹസ്യമായി ചെയ്താലും, ആരും അറിയാത്ത രീതിയിൽ എന്തൊക്കെ തെളിവുകൾ നശിപ്പിച്ചാലും യഅതി ബിഹല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം പുറത്തു കൊണ്ടുവരുമെന്ന ഒരു ബോധ്യം നമ്മിൽ ഉണ്ടാകണം. അങ്ങനെ നമ്മൾ ചെയ്ത രഹസ്യവും പരസ്യവും എല്ലാം കൊണ്ടുവരുന്ന ദിവസത്തിൽ നമ്മുടെ തൊലികൾ പോലും അള്ളാഹുവിനോട് അതിനെല്ലാം സാക്ഷി പറയുന്ന ഒരു ദിവസം ഉണ്ടാകും. അന്ന് നമ്മൾ ചോദിക്കും, വഖാലൂ ലിജുലൂദിഹിം, അവർ അവരുടെ തൊലികളോട് ചോദിക്കും, ലിമ ശഹിദ്തും അലൈന, അള്ളാഹുവിനോട് എന്തിനാണ് എനിക്കെതിരെ സാക്ഷി പറയുന്നതെന്ന് സ്വന്തം തൊലികളോട് ചോദിക്കുമ്പോൾ അന്ന് പറയും, അൻതഖനല്ലാഹ്, ഖാലൂ അൻതഖനല്ലാഹ് അല്ലദീ അൻതഖ കുല്ല ശൈഇൻ, എല്ലാത്തിനെയും സംസാരിച്ച റബ്ബാണ് എന്നെയും സംസാരിച്ചതെന്ന് ആ സ്വന്തം ശരീരത്തിന്റെ തൊലികൾ പോലും നമുക്കെതിരെ സാക്ഷി പറഞ്ഞ് നമ്മോട് പറഞ്ഞു തരുമ്പോൾ ആ ഒരു ദിവസത്തിൽ സകലതും രഹസ്യവും പരസ്യവും ആരും അറിയാതെ ഗോപ്യമായി വെച്ച പല കാര്യവും റബ്ബ് സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്ന ദിവസത്തിൽ നമ്മളെല്ലാം സമ്മതിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്ന് പേടിച്ച് വിറച്ചു നിൽക്കുന്ന ദിവസത്തിൽ അള്ളാഹു ഈ ഭൂമിയിൽ തെറ്റുകളെ മറച്ചു കൊടുത്ത വ്യക്തിയാണ് എങ്കിൽ, എത്രയൊക്കെ തെറ്റു ചെയ്തിട്ടും ജനങ്ങൾക്ക് മുന്നിൽ അള്ളാഹു പ്രത്യക്ഷപ്പെടുത്താതെ ഒരു മറ നൽകിയ വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തിയോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, ഖദ് സതർതുഹാ അലൈക ഫിദ് ദുനിയ
വഅനാ അഗ്ഫിറുഹാ ലകൽ യൗം. അന്ന് ദുനിയാവിൽ നീ ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്തപ്പോഴൊക്കെ ആരും അറിയാത്ത രീതിയിൽ നിനക്ക് ഞാൻ അത് മറച്ചു വെച്ചു തന്നു. ആരെയും അറിയിക്കാതെ നീ മാത്രം അറിയുന്ന രീതിയിൽ നിന്നെ ഞാൻ രഹസ്യമാക്കി സംരക്ഷിച്ചിരുന്നു. വഅനാ അഗ്ഫിറുഹാ ലകൽ യൗം. ഇന്നേ ദിവസവും ഞാൻ നിനക്ക് പുറത്തു തരുന്നു എന്ന് കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ കാരുണ്യം വിശാലമാണ്. എത്രയൊക്കെ തിന്മ പറ്റിയാലും അതിൽ നിരാശരാകാതെ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് നന്മ കൊണ്ടടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിന് വേണ്ടൊരു കാര്യം നന്മകൾ തുടർത്തുക, തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാറുമായി മുന്നോട്ടു പോകുക എന്നതാണ് നമ്മൾ അതിൽ ചെയ്യേണ്ട ഒരു കാര്യം. ഇനി നന്മ ചെയ്യുക എന്ന് പറയുമ്പോൾ എത്തരത്തിലുള്ള നന്മയാണ് ചെയ്യേണ്ടത്? ഒരു കാര്യം സ്വാലിഹായ അമലാകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഇത്തിബാഉർ റസൂൽ. ആ ഒരു അമൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലുള്ളതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. എല്ലാ അമലുകളും ചെയ്യാനുള്ളതല്ല. ഇന്ന് പല ദിക്റുകളുണ്ട്, പല ഹൽക്കകളുണ്ട്, പല പാട്ടുകളുണ്ട്. അതൊക്കെയും പുണ്യമാണെന്ന് പറഞ്ഞാൽ അത് ബിദ്അത്താണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത കാര്യമാണ്. അതൊരിക്കലും നല്ല കർമ്മമാണ്, സൽക്കർമ്മമാണ് എന്ന് പറയാൻ നമുക്ക് അവകാശമില്ലാത്തതാണ്. കാരണം റസൂലുള്ളാഹി പറഞ്ഞു തന്നതാണ്, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് പറഞ്ഞു തരാതെ ഞാൻ ബാക്കി വെച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു തന്നതാണ്. അതുപോലെ നരകത്തിൽ നിന്ന് വിദൂരമാക്കുന്നതും നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു തരുമ്പോൾ വീണ്ടും ഇനിയും നന്മകൾ റസൂലുള്ളാഹി പറഞ്ഞു തരാനുണ്ട് എന്നൊരു മനുഷ്യൻ വാദിച്ചു കഴിഞ്ഞാൽ അള്ളാഹിന്റെ റസൂലിന്റെ മേലിൽ കളവ് കെട്ടി ചമയ്ക്കുകയാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. അതിനാൽ ഒരു കാര്യം അമലു സ്വാലിഹാത്ത് അത് സൽക്കർമ്മമാണ് ആവണമെങ്കിൽ ഒന്നാമതായി അതിനുണ്ടാകേണ്ട ഒരു ഷർത്ത് എന്നത് റസൂലുള്ളാഹിയുടെ ചര്യ അതിലുണ്ടാകണം. രണ്ടാമതായി ഉണ്ടാകേണ്ടത് ഖാലിസൻ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയാകണം. എന്തൊരു കർമ്മം ചെയ്താലും, 2 റക്അത്ത് നമസ്കരിക്കുന്നതാണെങ്കിലും, 1 രൂപ ഒരു മനുഷ്യന് കൊടുക്കുന്നതാണെങ്കിലും, എന്തു ചെറിയ കാര്യമാണ് എങ്കിലും, ഒരു പള്ളിയിൽ നിന്നും ഒരു മുടിയെടുത്ത് പുറത്തേക്ക് കളയുന്നതായാലും, അത്ര നിസാരമായ കാര്യമാണെങ്കിൽ പോലും ഖാലിസൻ ലില്ലാഹ്, എന്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണെന്ന ബോധ്യത്തോടു കൂടി ചെയ്താൽ മാത്രമാണ് ഒരു അമൽ അത് സൽക്കർമ്മമാകുക എന്ന് പ്രിയമുള്ളവരെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജീവിതത്തിൽ തിന്മ കടന്നു വരുമ്പോൾ നന്മകളെ തുടർത്തിക്കൊണ്ടത് മായ്ക്കുന്നവരായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. വസിയത്ത് ജീവിതത്തിൽ നടപ്പാക്കാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യ ഖുത്ബയിൽ ജീവിതത്തിൽ തെറ്റു സംഭവിക്കുക എന്നത് മനുഷ്യ സഹജമാണെന്നും ആ തെറ്റു പറ്റിക്കഴിഞ്ഞാൽ നന്മകൾ കൊണ്ടതിനെ മായ്ക്കണമെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തും സൂചിപ്പിക്കുകയുണ്ടായി. ആ കേട്ടതിനെ ജീവിതത്തിൽ അമലാക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നതാണ്, തെറ്റു പറ്റിയാൽ തൗബ ചെയ്യുന്നവർക്കാണ് റബ്ബ് സുബ്ഹാനഹു വ തആല തിന്മകളെ നന്മയാക്കി മാറ്റി കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയാക്കി കൊടുക്കുന്ന ഒരു സംഭവം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നരകത്തിൽ ശിക്ഷ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് വരുന്ന അവസാന മനുഷ്യന്റെ ഒരു സംഭവം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റസൂലുള്ളാഹി പറയുകയാണ്, ഇന്നി ലാ അരിഫു ആഖിറ അഹ്ലിൻ നാർ ഖുറൂജൻ മിനൻ നാർ. നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അവസാന വ്യക്തി എനിക്കറിയാം. വാ ആഖിറ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കുന്ന അവസാന വ്യക്തി. ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ ആ മനുഷ്യനെ കൊണ്ടുവന്നിട്ട് അവരോട് പറയും, നഹു അൻഹു കിബാറ ദുനൂബിഹി. റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, ആ മനുഷ്യനിൽ സംഭവിച്ചു പോയിട്ടുള്ള വൻപാപങ്ങളെ പുറത്തു കൊടുക്കണം, അതിനെ മായ്ച്ചു കൊടുക്കണം. വസലൂഹു അൻ സിഗാരിഹ,
ആ മനുഷ്യനോട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പറ്റിയ ചെറുപാപങ്ങളെ അദ്ദേഹത്തിനോട് ചോദിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പോൾ ആ മനുഷ്യനോട് ചോദിക്കപ്പെടും, അമിൽത യൗമ കദാ വ കദാ, ഇന്ന ദിവസം ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്തില്ലേ എന്ന് ആ മനുഷ്യനോട് ചോദിക്കും. ആ ചോദ്യം നമുക്കറിയാം, കൃത്യമാണ്. എല്ലാം അറിയുന്ന നമ്മുടെ രഹസ്യമായ കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയത്തിൽ നമ്മൾ മറച്ചു വെച്ചതും എല്ലാം അറിയുന്ന റബ്ബ് നമ്മളോട് ഇന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ച് ചോദിക്കുമ്പോൾ ഓരോ മനുഷ്യനും അത് സംവദിക്കും. ഇന്ന ദിവസത്തിൽ ഇന്ന സമയത്തിൽ ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയും, ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ലാ യസ്തതിഉ അൻ യുൻകിറ മിൻ ദാലിക ശൈഅ, ആ മനുഷ്യന് സാധ്യമല്ല, അതൊന്നും നിഷേധിക്കാൻ ആ മനുഷ്യന് സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി ഹദീസിലൂടെ പറയുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്, ആ മനുഷ്യൻ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഈ ചെറിയ പാപങ്ങളൊക്കെ സമ്മതിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ആ മനുഷ്യന്റെ ചെറിയ പാപങ്ങളെ നന്മയാക്കി മാറ്റി കൊടുക്കുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവം പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ആ മനുഷ്യൻ അന്നേരം ആ ചെറിയ തിന്മകൾ അള്ളാഹു നന്മയാക്കി മാറ്റി കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, ഇനിയും ചെറിയ കാര്യങ്ങളുണ്ടെന്ന ഇന്ന നിമിഷങ്ങൾ ചെയ്ത മറ്റു ചില കാര്യമുണ്ട്, അതും കൂടി നന്മയാക്കണമേ എന്ന് അള്ളാഹുവിനോട് ആ മനുഷ്യൻ പറയുമെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ് എന്ന ബോധ്യം എപ്പോഴും നമ്മിലുണ്ടാകണം. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കുക, ആരുടെ തിന്മകളാണ് അള്ളാഹു നന്മയാക്കി മാറ്റി കൊടുക്കുക. ഒന്നാമതായി ഉണ്ടാകേണ്ട ഒരു കാര്യം അള്ളാഹു പറഞ്ഞതാണ്, വമൻ താബ വഅമില സാലിഹൻ, അള്ളാഹുവിനോട് ആരാണോ പശ്ചാത്തപിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഒന്നാമതായി ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്, എത്രയൊക്കെ തെറ്റുപറ്റിയാലും തൗബയും ഇസ്തിഗ്ഫാറും അതുപോലെ നന്മയും ജീവിതത്തിൽ ഉണ്ടാകണം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും അത് ജനങ്ങളോട് പറയരുത് എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കുട്ടികളുടെ ഇടയിൽ, യുവാക്കളുടെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഒരു തെറ്റു ചെയ്തു കഴിഞ്ഞാൽ അത് പരസ്യപ്പെടുത്തുക. അത് കൂട്ടുകാരുടെ ഇടയിൽ കൂടിയിരിക്കുമ്പോൾ ഒന്ന് പറയും, ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്നതൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് അഭിമാനം നടിക്കാനായി കൂട്ടുകാരുടെ ഇടയിൽ പറയുന്നത് ഇന്നൊരു കാലഘട്ടത്തിന്റെ ഒരു ഇതായി മാറുകയാണ്. നമ്മളവിടെ മനസ്സിലാക്കേണ്ട കാര്യം, റസൂലുള്ളാഹി പറഞ്ഞു, കുല്ലു ഉമ്മത്തി മുആഫ ഇല്ലൽ മുജാഹിരീൻ, എന്റെ ഉമ്മത്തിലെ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കും, ഇല്ലൽ മുജാഹിരീൻ, പരസ്യമാക്കുന്നവർക്കൊഴികെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. ആരാണ് മുജാഹിരീങ്ങൾ? റസൂലുള്ളാഹി പറയുകയാണ്, ഒരു മനുഷ്യൻ രാത്രിയിൽ തെറ്റ് ചെയ്യുന്നുണ്ട്, പ്രഭാതമാകുമ്പോൾ അള്ളാഹു ആരെയും അറിയിക്കാതെ രഹസ്യമാക്കി കൊടുത്തിട്ടുണ്ട്. എന്നാലും ആ മനുഷ്യൻ തന്റെ കൂട്ടുകാരുമൊത്ത് കൂടിയിരിക്കുമ്പോൾ ആ മനുഷ്യൻ പറയും, അമിൽ തൽ ബാരിഹത കദാ വ കദാ, ഇന്നലെ രാത്രിയിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ആ മനുഷ്യൻ പരസ്യപ്പെടുത്തും. ആ വ്യക്തിക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, അതിനാൽ ജീവിതത്തിൽ തെറ്റുപറ്റിയാൽ ഒരിക്കലും അത് പരസ്യമാക്കരുത്. ആ തെറ്റുപറ്റി എന്ന ബോധ്യത്തോടുകൂടി പിടയുന്ന മനസ്സുമായി, കണ്ണുനീരുള്ള കണ്ണുമായി കൈകളുയർത്തി റബ്ബിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് കാണാം, ഇന്നമത് തബ്ദീൽ, ഈ തിന്മകളെ നന്മയാക്കുന്ന ഈ തബ്ദീൽ എന്നൊരു പ്രവർത്തനം, മാറ്റിക്കൊടുക്കുക എന്നൊരു ഈ ഒരു പ്രവർത്തനം ലഭിക്കുക ഫീ ഹഖ്ഖി മൻ നദിമ അലാ സയ്യിഅതിഹി, ആരാണോ തന്റെ ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റിനെ ഓർത്ത് ഖേദിക്കപ്പെട്ട, ആരാണോ കരഞ്ഞത്, ആരാണോ വേദനിച്ചത്, അവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുക, തബ്ദീൽ ചെയ്യുക, ആ തിന്മകളെ നന്മയാക്കി മാറ്റിക്കൊടുക്കുക എന്ന് പറയുകയാണ്. അതുപോലെ വീണ്ടും പറയുകയാണ്, വജഅലഹാ നുസ്ബഅൈനൈഹി, ആ മനുഷ്യൻ തന്റെ കണ്ണുനീരാക്കി, ആ തിന്മകൾ കാരണം അവന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ഫകുല്ലമാ ദകറഹാ ഇസ്ദാദൻ ഖൗഫൻ വരിജ്ലൻ വഹയാഅൻ മിനല്ലാഹ്, ആ തെറ്റിനെ ഓർത്തപ്പോഴൊക്കെയും അവന്റെ മനസ്സിൽ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാൽ അവന്റെ ഹൃദയം നടുങ്ങിയിട്ടുണ്ട്, അവൻ ഭയന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തിക്കാണ്. അതുപോലെ അതുപോലെ നന്മയിലേക്ക് പരിശ്രമിച്ച് അതിനുവേണ്ടി മത്സരിച്ച വ്യക്തിക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെ നന്മയാക്കി കൊടുക്കുക എന്ന് പണ്ഡിതന്മാർ ആ തബ്ദീലിന്റെ വിശദീകരണമായി നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അതിനാൽ
ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയാൽ ആ തെറ്റിനെ നിസാരമായി കാണാതെ അതിലൊരു വിഷമവും ആത്മാർത്ഥമായ തൗബയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുപോലെ നന്മയിൽ മുന്നേറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഖുതുബയിലൂടെ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്, അള്ളാഹിന്റെ കാരുണ്യത്തെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എത്രയൊക്കെ തെറ്റുപറ്റിയാലും ശൈത്താൻ മനസ്സിലേക്ക് ചിന്ത ഇട്ടു തരും, ഇത്രയൊക്കെ സംഭവിച്ചില്ലേ, ഇനിയും ഈ തിന്മയിൽ തുടർന്നാൽ മതി, അള്ളാഹു പുറത്തു തരികയില്ല എന്ന ചിന്ത മനസ്സിലേക്ക് വരുമ്പോഴും എന്റെ റബ്ബ് റഹീമാണ്, ഗഫൂറാണെന്ന ബോധ്യത്തോടു കൂടി തൗബ ചെയ്യാനും അതിലേക്ക് മാറാനും നമുക്ക് സാധിക്കണം. അതുപോലെ ശൈത്താന്റെ മറ്റൊരു പരിപാടിയാണ്, അള്ളാഹു പുറത്തു തരുമെന്ന ചിന്ത വരുമ്പോൾ എത്രയൊക്കെ ചെയ്താലും അള്ളാഹു പുറത്തു തരും, ഇനി തിന്മകൾ ചെയ്യാമെന്നൊരു ചിന്തയും ശൈത്താൻ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തരും. പ്രിയമുള്ളവരെ, അതും ഗൗരവമുള്ള കാര്യമാണ്. ഒരിക്കലും തിന്മ ചെയ്യാനുള്ളൊരു ലൈസൻസ് അല്ല അള്ളാഹു പുറത്തു തരുമെന്ന ചിന്ത. എപ്പോഴും റബ്ബിനോടുള്ള പേടിയും തെറ്റു പറ്റിയതിലുള്ള വിഷമവും നമ്മുടെ മനസ്സിലുണ്ടെങ്കിലാണ് അള്ളാഹു പുറത്തു തരികയുള്ളൂ എന്ന് പണ്ഡിതന്മാർ കൃത്യമായി നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. അതിനാൽ ജീവിതത്തിൽ കൃത്യമായി തൗബയും ഇസ്തിഗ്ഫാറുമായി മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അതുപോലെ ഓർമ്മപ്പെടുത്താനൊരു കാര്യം, നാളെയാണ് നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന തസ്കിയ സമ്മേളനം. കൃത്യമായി ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരും അതിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇൽമിന്റെ സദസ്സ് എന്നത് പ്രാധാന്യമുള്ളതാണ്. ഇന്ന് ഒരുപാട് പേർ എന്താണ് ദീനെന്നറിയാതെ, എന്താണ് ശരിയെന്നറിയാതെ പുരോഹിതന്മാർ എന്ന് വാദിക്കുന്നവരുടെ വാക്കുകേട്ട് അതിനു പിന്നാലെ പോകുമ്പോൾ സത്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ അതിനുവേണ്ടി യാത്ര തിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുക. നമ്മുടെ അവസാനം വരെയും ദീന് പഠിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കാരണം പണ്ഡിതന്മാർ അവസാന കാലഘട്ടത്തിലും മഷിക്കുപ്പിയുമായി നടക്കുമ്പോൾ ചോദിക്കാറുണ്ട്, എങ്ങോട്ടാണ്, ഇപ്പോഴും പഠിക്കുകയാണ് എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി മിനൽ മഹ്ബറത്തി ഇലൽ മഖ്ബറ, തൊട്ടിൽ മുതൽ ഖബർ വരെയും പഠിക്കാനുള്ള അവസരമാണ് എന്ന് മറുപടി പറഞ്ഞവരെ നമുക്ക് കാണാൻ സാധിക്കും. അതിനാൽ പ്രിയമുള്ളവരെ, നമുക്ക് ദീന് പഠിക്കാൻ സാധിക്കണം. ദീനിന്റെ സദസ്സുകളിൽ പോകാനും കൃത്യമായി സത്യം തിരിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നാളെ നടക്കുന്നത്, പാപ്പനംകോട് വെച്ച് നടക്കുന്ന ഈ തസ്കിയ സമ്മേളനം നമുക്കുള്ള ഉപദേശങ്ങൾ, നമുക്കുള്ള നിർദ്ദേശങ്ങൾ, ഒരുപാട് അറിവുകൾ നൽകുന്ന സമ്മേളനമാണ്. അതിലേക്ക് എത്തിച്ചേരാൻ കുടുംബസമേതം പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ജീവിതത്തിന്റെ നിസാരമായ ചില ഒഴിവ് കഴിവുകൾ പറഞ്ഞ് പിന്മാറാതെ കൃത്യമായി അതിലേക്ക് എത്താൻ ശ്രദ്ധിക്കുക. അള്ളാഹുവിനെ മാത്രം, അള്ളാഹുവിന്റെ തൃപ്തിക്ക് മാത്രം ഉദ്ദേശത്തോടു കൂടി അതിനുവേണ്ടി യാത്ര തിരിക്കുന്നവരായി മാറാൻ ശ്രദ്ധിക്കുക. 9 മണിക്ക് തന്നെ കൃത്യമായി അവിടെ എത്താൻ ശ്രദ്ധിക്കുക. ഇനി വാഹനത്തിന് പ്രയാസമുള്ളവരാണ് എങ്കിൽ ഈ പള്ളിയിൽ അവകാശപ്പെട്ടവരോട് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അതിനാൽ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മാറാതെ അതിലേക്ക് എത്താൻ ശ്രദ്ധിക്കുക. ഒരിക്കലും പ്രോഗ്രാമിന് ആള് കൂട്ടുക എന്ന ഉദ്ദേശമല്ല, നമ്മുടെ ജനങ്ങൾ കൃത്യമായി ദീന് മനസ്സിലാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ഒരു സംഘടന ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ വെക്കുന്നത്. അതിലേക്ക് കൃത്യമായി എത്താൻ ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി കൊടുക്കുമാറാകട്ടെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അതുപോലെ കുടുംബത്തിൽ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അവരുടെയൊക്കെയും പ്രയാസങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റി കൊടുക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك التقى والعفاف والغنى. اللهم أعز الإسلام والمسلمين وأذل الكفرة والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفرة والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفرة والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات. بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم. أقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه وتوبوا إنه هو الغفور الرحيم.